സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയെ കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുവാണ് ശ്യാമയും അശ്വതിയൊക്കെ. അശ്വതിയോട് രാധിക പറഞ്ഞ വാക്കുകൾ കേട്ട് ശ്യാമ ഒരു തീരുമാനം എടുക്കുവാണ്. ഞാനെന്താണെങ്കിലും ഇപ്പോൾ എൻ്റെ മോളുടെ മുന്നിലേക്ക് പോകുന്നില്ല. അവളെ കുഞ്ഞുനാളിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ അമ്മയായിട്ടാണ് അവളെന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ അവളുടെ മുമ്പിൽ ചെന്ന് നിന്നാലും അവൾ ചിലപ്പോൾ എന്നെ അംഗീകരിച്ചു എന്ന് വരില്ല. അവൾ പറഞ്ഞത് ചേച്ചിയും കേട്ടതല്ലേ. അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ മോളെ ദൂരത്തു നിന്നും മറഞ്ഞു നിന്നൊക്കെ കണ്ടോളാം. എന്നിട്ട് പതിയെ പതിയെ അവളിലേക്ക് എത്തണം, സത്യങ്ങളെല്ലാം തുറന്നു പറയണം എന്നാണ് ശ്യാമ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനെ ഉണ്ടോ. പരമേശ്വരൻ അങ്ങനെ തീരെ വയ്യാതെ കട്ടില് തളർന്നിരിക്കുവാണ് പരമേശ്വരൻ. ഈ സമയം പരമേശ്വരൻ്റെ അരികിൽ പത്മിനിയും മുത്തശ്ശിയും ചന്ദ്രശേഖരനും അവരെല്ലാവരും ഉണ്ടാകും. വരുൺ അന്നേരം റൂമിലേക്ക് വരുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ വരുണിനോട് പറയണേണ്, അച്ഛൻ്റെ അഭിപ്രായം വരുൺ ഇപ്പോൾ വിദേശത്തേക്ക് പോകണ്ടെന്നാ. ഞങ്ങൾക്കൊക്കെ അത് ശരിയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അന്നേരം വരുൺ പറയണേ, എനിക്കിനി എൻ്റെ തീരുമാനം മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഉറച്ചൊരു നിലപാട് വരുൺ പറയുവാണ്. ഈ സമയം പരമേശ്വരൻ പറയണേ, വരുണിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ആ സ്ഥാനം ഗൗതമിന് കൊടുത്താലോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് ചന്ദ്രശേഖരനും ഗൗതമും ഉർവശിയുമൊക്കെ. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിൽ നിന്ന് സംസാരിക്കുന്ന പ്രിയങ്കേനെയും വരുണിനെയുമാണ് കേട്ടോ. ഈ സമയം പൈസ കിട്ടാത്തത് കാരണം പ്രിയങ്ക പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുവാണ്. പ്രിയങ്ക പറയണേ, ഇനിയൊരു അവധി കൂടി പറയുകയോ, നമ്മൾ തമ്മിൽ ഉറപ്പിച്ച കരാറിൽ എന്തെങ്കിലും മാറ്റം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ നിമിഷം തന്നെ ഇതെല്ലാം ഞാൻ അവസാനിപ്പിക്കും. എല്ലാ സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയുകയും ചെയ്യും. നിങ്ങൾ ആ കാര്യം ഓർത്തോ. അങ്ങനെ വരണാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്